ചരിത്രവും ഐതിഹ്യവും ഒത്തുചേർന്ന ഉത്സവമാണ് കേരളത്തിലെ ഏക രണോത്സവമായ ചിറ്റൂർ ദേശ കൊങ്ങൻപട. കൊങ്ങൻപടയോളം തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കുളമുണ്ട് ചിറ്റൂരിൽ. കൊങ്ങൻപട ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾക്ക് വേദിയാവുന്ന ഭഗവതിക്കുളം. ഒട്ടേറെ ആചാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള അനേകം ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് പാലക്കാട് ചിറ്റൂർ ദേശം. 1000 സംവത്സരത്തിലേറെ ചരിത്രപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദേശമെന്ന നിലയ്ക്ക് പഴയ വിശ്വാസങ്ങളുടെ കടുത്ത ചായക്കൂട്ടിൽ നെയ്തെടുത്ത വൈവിധ്യമാർന്ന പൂജകളും ഉത്സവങ്ങളും ഈ നാടിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഒരു ദേശത്തിന്റെ ആചാരമഹിമ അതിന്റെ ഒരുപാട് അടയാളങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത്തരത്തിൽ ചിറ്റൂരിന്റെ തനതായ ഉത്സവങ്ങളിൽ തന്നെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ചതാണ് കൊങ്ങൻപടയുത്സവം. ചിറ്റൂർ ദേശത്തിന്റെ കാവലമ്മയായ ചിറ്റൂരമ്മയുടെ പ്രധാന ഉത്സവമായ കൊങ്ങൻപടയുടെ ഭൂരിഭാഗം ചടങ്ങുകളും നടക്കുന്ന ഭഗവതിക്കുളവും പ്രസിദ്ധമാണ്. ചിറ്റൂരിലെ ചെറുപ്പക്കാർ യുദ്ധസന്നദ്ധരായി വരുന്ന വളരെ പ്രധാന ചടങ്ങാണ് കുമ്മാട്ടി. അന്നുകാലത്ത് കൊങ്ങൻപടയ്ക്ക് കൊടിയേറുമ്പോൾ ഭഗവതിയുടെ പ്രതിപുരുഷനായ തമ്പാട്ടി അല്ലെങ്കിൽ വെളിച്ചപ്പാട് ഭഗവതിക്കുളത്തിൽ കുളിച്ച് ഈറനായി വന്ന് നിയോഗമാവേശിച്ച ശേഷമാണ് കൊടികയറ്റം നടക്കുന്നത്. അന്നു വൈകുന്നേരം ഭഗവതിക്കുളത്തിന്റെ കരയിൽ നിന്നാണ് കുമ്മാട്ടിയുടെ പ്രധാന എഴുന്നള്ളത്തായ മേളമില്ലാത്ത എഴുന്നള്ളത്ത് എന്ന നിലയിൽ പ്രസിദ്ധമായ അരിപ്പത്തട്ട് തുടങ്ങുന്നത്. കൊങ്ങൻപടയുടെ മുഖ്യ ഉത്സവ ദിവസം എഴുന്നള്ളത്തിലെ ഏറ്റവും പ്രധാന ഇനമാണ് ചെറിയ കുട്ടികളുടെ ഇളംകോലം എഴുന്നള്ളത്ത്. ഈ എഴുന്നള്ളത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാവരും പുലർച്ചെ കുളിച്ചു തയ്യാറാകുന്നതും ഭഗവതിക്കുളത്തിലാണ്. UTV ന്യൂസ്, പാലക്കാട്.